വിശദമായ വാർത്തയിലേക്ക് ഒരു സുപ്രധാന വാർത്ത. ജയിലിലും ഭീകരപ്രവർത്തനം നടത്തി തടിയൻ്റെവിടെ നസീർ. ഭീകരവാദ കേസിൽ ബംഗളൂരു ജയിലിലുള്ള തടിയൻ്റെവിടെ നസീറിന് മൊബൈൽ ഫോൺ എത്തിച്ച കേസിൽ ജയിൽ ഡോക്ടർ അടക്കം 3 പേർ അറസ്റ്റിലായി. ഡോക്ടർ നാഗരാജ്, ആംഡ് പോലീസിലുള്ള ASI ചാൻ പാഷ, ഒളിവിലുള്ള ഒരു പ്രതിയുടെ അമ്മ അനീസ് ഫാത്തിമ എന്നിവരെയാണ് NIA പിടികൂടിയത്. ഈ അനീസ് ഫാത്തിമയുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ നിന്ന് ഡിജിറ്റൽ ഉപകരണങ്ങളും പണവും സ്വർണവും നിരവധി രേഖകളും പിടിച്ചെടുത്തു. MG മിഥുൻ വിവരങ്ങളുമായി. മിഥുൻ, തടിയൻ്റെവിടെ നസീർ ജയിലിലും എന്താണോ മുൻപ് ചെയ്തിരുന്നത് അതിന് സമാനമായ പ്രവർത്തനങ്ങൾ ചെയ്തിരുന്നു. അതിന് തടിയൻ്റെവിടെ നസീറിനെ സഹായിച്ച 3 പേരാണ് ഇപ്പോൾ NIAയുടെ കസ്റ്റഡിയിലുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് ഈ 3 പേർക്കുമെതിരായ ആരോപണം? ഏത് രീതിയിലാണ് ഇവർ നസീറിനെ സഹായിച്ചത്? സിജ, മതതീവ്രവാദം വളർത്താൻ ജയിലിൽ കിടന്നും നസീർ ശ്രമിക്കുന്നു എന്നുള്ള വിവരം നേരത്തെ തന്നെ NIAക്ക് ലഭ്യമായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയാണ് എങ്ങനെയാണ് ഇയാൾ മറ്റുള്ളവരുമായി പുറത്തുള്ളവരുമായി ബന്ധപ്പെടുന്നത്, അതിൽ ഈ ജയിലിനുള്ളിലുള്ളവരുമായി എങ്ങനെയാണ് അതായത് ഈ തീവ്രവാദം വളർത്തുന്നതിന് വേണ്ടി ശ്രമം നടത്തുന്നത്. കാരണം പ്രത്യേക സെല്ലിൽ കഴിയുന്ന ആളാണ് നസീർ. അതുകൊണ്ട് തന്നെ മറ്റ് തടവ് പുള്ളികളുമായി എങ്ങനെ ഇയാൾ കോൺടാക്ട് ചെയ്യുന്നു, ഒപ്പം തന്നെ പുറത്തുള്ളവരുമായി എങ്ങനെ കോൺടാക്ട് ചെയ്യുന്നു, ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില സംശയങ്ങൾ NIAക്ക് മുന്നിലുണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി NIA സംഘം വിവിധ ഇടങ്ങളിൽ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തുകയായിരുന്നു. അതിനിടയിലാണ് 2017 ബംഗളൂരുവിൽ നടന്ന ഒരു കൊലപാതക കേസിൽ പ്രതികളായിട്ടുള്ള 9 പേരുണ്ടായിരുന്നു. ഈ 9 പേരിൽ 2 പേർ അറസ്റ്റിലായിരുന്നു. ഈ 2 പേർ പിന്നീട് നസീർ കഴിഞ്ഞിരുന്ന ജയിലിലേക്കായിരുന്നു ഇവരെ പാർപ്പിക്കാനായി കൊണ്ടുവരികയും ചെയ്ത് അവിടെ വെച്ചാണ് നസീറുമായി പരിചയപ്പെടുകയും ഒപ്പം തന്നെ മതതീവ്രവാദം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുകയും ചെയ്ത് ഇവരിൽ നിന്നാണ് പിന്നീട് മറ്റ് സഹായങ്ങൾ നസീറിന് ലഭിച്ചതെന്നാണ് NIA ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ട ചില കാര്യങ്ങളുണ്ട്. അതായത് ഈ ഫോൺ കൈമാറുന്നത്, അതായത് പുറത്തുള്ള ആളുകളുമായി സംസാരിക്കുന്നതിന് വേണ്ടി ഫോൺ കൈമാറാൻ സഹായിച്ചത് ഈ ജയിലിലെ തന്നെ ഡോക്ടറായിട്ടുള്ള നാഗരാജു എന്ന ആളാണ്. അയാൾ സൈക്കാട്രിസ്റ്റ് വിഭാഗത്തിൽപ്പെട്ട ആളാണ്. അദ്ദേഹം തന്നെ, അതായത് ജയിലിൽ ഏറ്റവും കൂടുതൽ ആക്സസ് ഉള്ള വ്യക്തികളിൽ ഒരാൾ കൂടിയാണ് ഈ ഡോക്ടർ. ആ ഡോക്ടർ തന്നെ ഈ നസീറിന് സഹായവുമായി രംഗത്ത് വരുന്നു. ഒപ്പം തന്നെ ഇതിന് കൂട്ടുനിന്നത് മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥൻ കൂടിയാണ്. ASI ആയിട്ടുള്ള മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥൻ കൂടി ഈ ഒരു കൃത്യത്തിന് കൂട്ടുനിന്നു എന്നുള്ള സുപ്രധാനമായിട്ടുള്ള നിർണായക വിവരങ്ങൾ കൂടി NIAക്ക് ലഭ്യമായിട്ടുണ്ട്. നേരത്തെ തന്നെ ഈ സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ 2017 കൊലപാതക കേസുമായി ബന്ധപ്പെട്ട് ഒളിവിൽ പോയിട്ടുള്ള പ്രതികളുണ്ട്. അതിൽ 9ഓളം പേർ ഇപ്പോഴും ഒളിവിൽ കഴിയുകയാണ്. അതിൽ മുഖ്യപ്രതിയായിട്ടുള്ള ജുനൈദിന്റെ വീട് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ അനീസ് ഫാത്തിമ എന്ന സ്ത്രീയുടെ വീട്ടിൽ NIA പരിശോധന നടത്തുന്നു. അവിടെ നിന്നാണ് ഈ നാഗരാജുവിൻ്റെയും ഒപ്പം തന്നെ ASIയുടെയും പങ്ക് വ്യക്തമാക്കുന്ന തരത്തിലുള്ള ചില തെളിവുകൾ NIA കണ്ടെത്തുകയും ചെയ്യുന്നത്. ഈ വീട്ടുകളിൽ നടത്തിയ പരിശോധനയിൽ മറ്റു കുറച്ച് ഡിജിറ്റൽ രേഖകൾ കൂടി NIA കണ്ടെത്തുകയും ചെയ്തു. തുടർന്നാണ് ഈ അന്വേഷണം സംഘത്തിന് നാഗരാജുവിലേക്ക് എത്താൻ സാധിക്കുകയും ചെയ്ത് ഇന്നലെ ബംഗളൂരു, കർണാടകയിലെ വിവിധ സ്ഥലങ്ങളിൽ 5 ഇടങ്ങളിലായി NIA വ്യാപക റെയ്ഡ് ഒരേ സമയം നടത്തുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ 3 പേരെയും പിടികൂടാൻ സാധിക്കുകയും ചെയ്തത്. നാഗരാജു, ഒപ്പം തന്നെ ASI പോലീസ് ഉദ്യോഗസ്ഥനായിട്ടുള്ള ASI, മറ്റൊന്ന് ഈ അനീസ് ഫാത്തിമ, ഈ 3 പേരെയും പിടികൂടിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ നാഗരാജുവിന് ഈ വിവരങ്ങൾ കൈമാറുന്നതിൽ ഇടനിലക്കാരിയായി നിന്നത് ഒരു പവിത്ര എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ് എന്നുള്ളതാണ് NIA കണ്ടെത്തിയിട്ടുള്ളത്. ഇവരുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ഇപ്പോഴും നടക്കുകയാണ്. ഇവരെ കണ്ടെത്താനുള്ള ശ്രമം ഊർജിതമായി തന്നെ പുരോഗമിക്കുകയും ചെയ്യുന്നു. ഈ വീടുകളിൽ, അതായത് ഈ പ്രതികളെ സഹായിക്കാൻ നൽകിയിട്ടുള്ള നാഗരാജു ഉൾപ്പെടെയുള്ള ഈ 3 പേരുടെയും വീടുകളിൽ നടത്തിയ പരിശോധനയിൽ ചില ഡിജിറ്റൽ രേഖകൾ ലഭ്യമായിട്ടുണ്ട്. പണം, ഒപ്പം തന്നെ സ്വർണം അടക്കമുള്ളവ കണ്ടെത്തിയിട്ടുണ്ട്. മറ്റിടങ്ങളിൽ സമാനമായ രീതിയിൽ, അതായത് 2008 ബംഗളൂരു സ്ഫോടനവുമായി ബന്ധപ്പെട്ട അതേ രീതിയിൽ സമാനമായ രീതിയിലുള്ള സ്ഫോടന ശ്രമങ്ങൾ നടത്തുന്നതിന് വേണ്ടിയുള്ള നീക്കം ഈ സംഘം നടത്തിയതായിട്ടുള്ള ചില നിർണായകമായിട്ടുള്ള സുപ്രധാന വിവരങ്ങൾ കൂടി NIA കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്തത്. NIA മുൻ SP ശ്രീ TK രാജ്മോഹൻ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ രാജ്മോഹൻ, ഇപ്പോൾ ഇന്നലെ NIA പുറത്തുവിട്ട ഒരു വാർത്താക്കുറിപ്പിൽ പറയുന്നത് തടിയൻ്റെവിടെ നസീർ ജയിലിനുള്ളിൽ കിടന്നും തീവ്രവാദ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ, പ്രത്യേകിച്ച് തടവുകാർക്കിടയിൽ മതതീവ്രവാദം വളർത്താനുള്ള ശ്രമം നടത്തുന്നു എന്നതാണ്. അതിൻ്റെ ഭാഗമായി നടത്തിയ അന്വേഷണത്തിലാണ് ഒരു ജയിൽ ഡോക്ടർ, ഒരു ജയിലിനകത്ത് ഏറ്റവും കൂടുതൽ ആക്സസ് ഉള്ള ആളാണ് ഒരു ജയിൽ സൈക്കാട്രിസ്റ്റ്. അങ്ങനെ പരപ്പനാഗ്രഹാരയിലെ ജയിൽ സൈക്കാട്രിസ്റ്റും ഒരു പോലീസുകാരനും ഉൾപ്പെടെ ഇപ്പോൾ കസ്റ്റഡിയിലായിരിക്കുന്നത്.
എന്താണ് അങ്ങേക്ക് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അതെ, തടിയന്റെ നസീർ എന്ന് പറഞ്ഞാല് ഞാൻ അറസ്റ്റ് ചെയ്ത് അക്യൂസ്ഡ് ആണ്. ഓക്കെ, അദ്ദേഹം ഇതിന്റെ ഈ തലക്ക് പിടിച്ചിരിക്കുകയാണ്. അയാൾക്ക് ആക്ച്വലി അയാളെ ഇൻഡോക്ട്രിനേറ്റ് ചെയ്യാനും അയാളുടെ പല സ്ഥലത്തും അയാൾ ആൾക്കാരെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അത് ജയിലിനകത്തും സംഭവിക്കുമെന്ന് അന്ന് തന്നെ നമ്മളെല്ലാം പറഞ്ഞാണ്. ഈ ജഡ്ജ്മെന്റിലും പറഞ്ഞിട്ടുണ്ട് അയാളുടെ വാച്ച് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അയാളെ കൺവിക്ട് ചെയ്യുന്ന ജഡ്ജ്മെന്റിലും പറഞ്ഞിട്ടുണ്ട് അയാളെ വാച്ച് ചെയ്യണം. സ്വാഭാവികമായിട്ടും NIA പോലെ ഏജൻസികൾ എല്ലാ സമയത്തും വാച്ച് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അയാൾ എവിടെയും അയാളെ കൊണ്ടുപോയി വെച്ചാൽ, ഇപ്പൊ ജയിലിനകത്തായാലും അവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ഈ ഈ ഈ തീവ്രവാദവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവിടെ ഇൻഡോക്ട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. സ്വാഭാവികമായിട്ടും അയാളെ വളരെ ക്ലോസ് വാച്ചിലാണ് NIA വെച്ചിരിക്കുന്നത്. അയാളുമായിട്ട് ബന്ധപ്പെടുന്ന ആൾക്കാരൊക്കെ സംശയത്തിന് അയാൾ നിർത്തും. അപ്പൊ തീർച്ചയായിട്ടും NIA ചെയ്ത ഈ കാര്യങ്ങൾ അവർക്ക് നേരത്തെ തന്നെ ഉള്ള സംശയത്തിന്റെ മുകളിൽ അവർ ത്രൂ ഔട്ടായിട്ട് അതിന് എൻക്വയറിയും ഇൻവെസ്റ്റിഗേഷൻ കണ്ടക്ട് ചെയ്തിട്ടാണ് ഇവർ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അത് നല്ലൊരു വാർണിംഗ് സിഗ്നലാണ്. ഇതുപോലെ ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് കൂടെ ഒരു വാർണിംഗ് സിഗ്നലാണ്. ഇത് തീർച്ചയായിട്ടും വളരെ ശ്ലാഘനീയമായ ഒരു കാര്യമാണെന്നാണ് എനിക്ക് പറയാം. ഈ നെറ്റ്വർക്ക് എത്രമാത്രം സ്ട്രോങ് ആണ് എന്നത് കൂടിയാണ് നമ്മൾ അറിയേണ്ടത്. ഇപ്പോൾ ഒരു ജയിൽ സൈക്യാട്രിസ്റ്റ്, അവിടെ ഉള്ള ഒരു ASI, ഈ ഒളിവിൽ പോയ ഈ പ്രതികളുടെ കൂട്ടത്തിലുള്ള ഒരാളുടെ അമ്മ, അങ്ങനെ ആ നെറ്റ്വർക്ക് എത്രമാത്രം വൈവിധ്യമുള്ളതും സ്ട്രോങ്ങുമാണ്, ശക്തവുമാണ് എന്നതിന്റെ ഒരു സൂചന കൂടിയല്ലേ ഈ ഒരു അറസ്റ്റ് തെളിയിക്കുന്നത്? തീർച്ചയായിട്ടും. കാരണം അതിന്റെ നെറ്റ്വർക്ക് അത്ര ഡീപ്പാണെന്ന് മാത്രമല്ല, അത് ഓരോ ആക്ഷനും കൊണ്ട് ഓരോ ഭാഗവും കട്ട് ചെയ്ത് മുന്നോട്ട് പോകാൻ വളരെ ബുദ്ധിമുട്ടുള്ള വിഷയമാണ്. അതുകൊണ്ടാണ് ഇതുപോലെയുള്ള നമ്മുടെ ഏജൻസികൾ അതിന്റെ പിറകെ തന്നെ കൂടിയിരിക്കുന്നത്. കാരണം ഏത് നിലയിലേക്കും ഏത് സമൂഹത്തിലെ ഏത് തട്ടിലുള്ള ആൾക്കാരെയും സ്വാധീനിക്കാൻ പറ്റും. കാരണം അവരുടെ തലയിൽ ഇത് കുത്തിവെച്ചു കൊടുക്കുകയാണ്. ഇസ്ലാമിക് തീവ്രവാദമോ അല്ലെങ്കിൽ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെതിരായിട്ട് അവർക്കുള്ള അവർക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകൾ കൂടി ഈ തീവ്രവാദ പ്രവർത്തനം കൂടി ബന്ധപ്പെടുത്തി അവരെ കുത്തിവെച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ ബ്രെയിനിനകത്ത് ഇതിനെക്കുറിച്ചുള്ള പല കാര്യങ്ങളും. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ പൊസിഷനോ അല്ലെങ്കിൽ ഏത് ടൈപ്പ് ആൾക്കാരാണെന്നോ ഒന്നും അവർ ചിന്തിക്കില്ല. അവർക്ക് മനസ്സിനകത്ത് ഇത് മാത്രമായിരിക്കും വൺസ് ഇത് കൾട്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പൊ അത്തരത്തിലുള്ള ആൾക്കാരായിരിക്കാം ഇപ്പൊ അറസ്റ്റ് ചെയ്ത സൈക്കാട്രിസ്റ്റും അയാളുടെ ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ. അപ്പൊ തീർച്ചയായിട്ടും ASIയുടെ അറസ്റ്റ് ഇയാളെ ഇവിടെ നിന്ന് വിവിധ കോടതികളിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആ കോടതികളിലേക്ക് കൊണ്ടുപോകുന്ന വിവരങ്ങൾ കൃത്യമായി പുറത്തേക്ക് അറിയിക്കുന്നതാണ് അയാൾക്കെതിരെ ആരോപിക്കപ്പെട്ടിരിക്കുന്ന കുറ്റം. അപ്പോൾ നമ്മൾ എത്ര കണ്ട് NIAയുടെ നിരീക്ഷണത്തിലാണെന്ന് പറയുമ്പോഴും ജയിലിനകത്തും ഇയാളുടെ കാര്യങ്ങൾ എന്താണോ മുൻപ് ചെയ്തുകൊണ്ടിരുന്നത് അതിന് സമാനമായ രീതിയിൽ ജയിലിനകത്തും വളരെ ആക്റ്റീവായി ഇതൊക്കെ ചെയ്യുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും. കാരണം അതിന് ഈ പല തട്ടിലാണല്ലോ നമ്മുടെ സംവിധാനം ഉള്ളത്. കാരണം സ്റ്റേറ്റ് പോലീസ് ഉണ്ട്, പിന്നെ ഇന്റലിജൻസ് ഏജൻസി ഉണ്ട്, കൂടാതെ NIA ഉണ്ട്, മറ്റേ IB ഉണ്ട്, പല ഏജൻസികളുണ്ട്. അപ്പൊ പല ആൾക്കാരും വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതേസമയത്ത് തന്നെ ഇതിനകത്ത് പുഴുക്കുത്തുകൾ ഉണ്ടാവും. ഈ സ്റ്റേറ്റ് പോലീസിനകത്തോ അല്ലെങ്കിൽ മറ്റൊരു ഇന്റലിജൻസ് ഏജൻസിക്കകത്തോ പുഴുക്കുത്തുകൾ ഉണ്ടാവും. അവരെ എസ്കോർട്ട് ചെയ്തുകൊണ്ടുവന്ന പോലീസുകാരെ സ്വാധീനിക്കും. ഇപ്പം പൊതുവെ തന്നെ എസ്കോർട്ടൊക്കെ പരിപാടിയൊക്കെ ഒഴിവാക്കിയിട്ട് ഇപ്പൊ ഓൺലൈനിലാണ് കാര്യങ്ങൾ നടത്തുന്നത്. ഇതൊക്കെ തന്നെയാണ് പ്രധാന കാരണം. അങ്ങനെ ഓൺലൈനിലാണ് അവരെ പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പൊ കഴിയുന്നതും ഈ ബാഹ്യ കോണ്ടാക്ട് ഒഴിവാക്കണം. എന്നാലും ഈ ജയിലിനകത്ത് പല സംഭവങ്ങളിലും അല്ലെങ്കിൽ പല സമയത്തും പല സെലിബ്രേഷൻ നടക്കുമ്പോൾ പല ആൾക്കാരായിട്ട് അറിയാതെ ബന്ധപ്പെട്ടു പോകും. ആ ബന്ധപ്പെടുന്ന ആൾക്കാരെ ബ്രൈബ് ചെയ്യും, അതിനായിട്ട് പണം ഉണ്ടാവും. ഇതുമായി ബന്ധപ്പെട്ട പല സെൽസും ഈ രാജ്യത്തിന്റെ പല ഭാഗത്തുണ്ട്, പല സ്ലീപ്പർ സെൽസും ഉണ്ട് ഇവരെ സഹായിക്കാൻ വേണ്ടിയിട്ട്. ഇതൊരു വലിയ നെറ്റ്വർക്കാണ്. അപ്പൊ ഈ നെറ്റ്വർക്കിനെ ഭേദിച്ചുകൊണ്ട് ഈ നെറ്റ്വർക്കിന്റെ എല്ലാ സ്ഥലങ്ങളും ഓരോ പോയിന്റ് ബൈ പോയിന്റ് നമ്മുടെ അന്വേഷണ ഏജൻസികൾ, പ്രത്യേകിച്ച് NIA പോലെയുള്ള ഒരു പാൻ ഇന്ത്യ ഏജൻസി വളരെ ശുഷ്കാന്തിയിട്ടും വളരെ കൂലങ്കഷമായിട്ട് കാര്യങ്ങളും അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരു പരിധി വരെ അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. അപ്പം ഇത്തരത്തിലുള്ള ആൾക്കാരെ പല കേസിൽ ഇപ്പൊ ഇയാൾ തന്നെ മൂന്നോളം ജീവപര്യന്തമാണ് അയാളിപ്പം തടവിൽ കിടക്കുന്ന അവിടെ. പല കേസുകൾ ഇപ്പോഴും പെൻഡിങ് ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെ അന്വേഷണ ഏജൻസികൾ വളരെ ജാഗരൂകമായി പ്രവർത്തിക്കണം. ഇനിയും വരുന്ന ആളുകളിലും ഇത്തരത്തിലുള്ള പല ആക്ടിവിറ്റീസും ഉണ്ടാവും. അതെല്ലാം വാച്ച് ചെയ്ത് ഈ ആൾക്കാരെ ബന്ധപ്പെടുന്ന എല്ലാ തട്ടിലുള്ള ആൾക്കാരും, സീനിയർ ഓഫീസർമാർ മുതൽ താഴെക്കെട്ട് തട്ടുള്ള ആൾക്കാർ വരെ ഇവരായി ബന്ധപ്പെടുന്ന ആൾക്കാരെ ക്ലോസ് വാച്ച് ചെയ്ത് ഇനിയും അന്വേഷണം NIA തീർച്ചയായും മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി, വളരെ നന്ദി ശ്രീ TK രാജ്മോഹൻ.
അദ്ദേഹമാണ് ഈ തടിയൻ്റെ അവിടെ നസീറിനെ അറസ്റ്റ് ചെയ്തത്. ഇപ്പോൾ ജയിലിനുള്ളിലും ഈ മതതീവ്രവാദം വളർത്തുന്നതിന് വേണ്ട പ്രവർത്തനങ്ങൾ, അത് ലക്ഷ്യമിട്ട് നടത്തിയ പ്രവർത്തനങ്ങളുടെ പേരിലാണ് ഇങ്ങനെ ഒരു അന്വേഷണം വിശദമായി നടന്നത്. അതിലാണിപ്പോൾ 3 പേർ അറസ്റ്റിലായിട്ടുള്ളത്. മിഥുൻ തുടരുന്നുണ്ട്. മിഥുൻ, ഈ 2023 പരപ്പന അഗ്രഹാര ജയിൽ കേന്ദ്രീകരിച്ച് ഒരു സ്ലീപ്പർ സെൽ ലഷ്കർ ഇ തൈബയുടെ പ്രവർത്തിക്കുന്നുണ്ട്. അവരൊരു സ്ഫോടനം ആസൂത്രണം ചെയ്തു എന്ന കേസാണ് ഇതിലേക്കൊക്കെ നയിച്ചിട്ടുള്ളത്. ആ ആക്ടിവിറ്റികളൊക്കെ അതേപടി തന്നെ ജയിലിൽ നടക്കുന്നു. പ്രത്യേകിച്ച് ഫോൺ എത്തിക്കുന്നതിനാൾ, അവിടെ നിന്നുള്ള മൂവ്മെൻറ്റ്സ് പുറത്തറിയിക്കുന്നതിന്, പണത്തിൻ്റെ വേണ്ട ആലോചനകൾ നടത്തുന്നതിന്, അല്ലെങ്കിൽ പണം സ്വരുക്കൂട്ടുന്നതിനാവശ്യമായ അങ്ങനെ ഏതൊക്കെ രീതിയിലാണോ ഒരു തീവ്രവാദ പ്രവർത്തനത്തിൻ്റെ ശൃംഖല പ്രവർത്തിക്കുന്നത്, ആ ശൃംഖല ഈ ജയിലിനകത്തും നസീറിൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്നു എന്ന് തന്നെയല്ലേ ഇത് വ്യക്തമാക്കുന്നത്? ശ്രീജ, അതായത് 2017 ഒരു ബംഗളൂരുവിൽ ഒരു കൊലപാതകം നടക്കുന്നു. ആ കൊലപാതകവുമായി ബന്ധപ്പെട്ട് 9 പേർ അറസ്റ്റിലാകുന്നു. ആ സമയത്ത് ഈ തടിയൻ്റെ വിട നസീർ കഴിയുന്ന പരപ്പന അഗ്രഹാര ജയിലിലേക്കാണ് ഇവരെ മാറ്റുകയും ചെയ്തത്. ആദ്യ സമയത്ത് വിചാരണ വേളയിൽ ഇവരുമായി തടിയൻ്റെ വിട നസീർ സംസാരിക്കുകയും ഒപ്പം തന്നെ അവരിൽ നിന്ന് കൂടുതൽ ബന്ധമുണ്ടാക്കുകയും ചെയ്യുകയും ചെയ്തു. പിന്നീട് ഇവർ ജാമ്യത്തിൽ പുറത്തു പോവുകയും ചെയ്തു. ഇവരെയാണ് പിന്നീട് നഗരത്തിലെ പ്രധാനപ്പെട്ട ഇടങ്ങളിൽ, അതായത് ഇവരുമായി കോൺടാക്ട് ചെയ്തുകൊണ്ടാണ് മറ്റ് പുറത്തിടങ്ങളിലേക്ക് കൂടുതൽ സ്ലീപ്പർ സെൽസിനെ വ്യാപിച്ചുകൊണ്ട് മറ്റിടങ്ങളിൽ സ്ഫോടനം നടത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമം നസീർ നടത്തിയെന്നുള്ള ചില നിർണായകമായ കണ്ടെത്തലാണ് NIA ഭാഗത്തുനിന്ന് വരികയും ചെയ്തു. ഇവരിൽ 9ഓളം പേർ ഇപ്പോഴും ഒളിവിലാണ്. ഇവരെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള അന്വേഷണം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഇതിലൊരു പ്രതിയായുടെ അമ്മയാണ് ഈ പറയുന്ന ഫാത്തിമ എന്ന് പറയുന്ന അനീസ് ഫാത്തിമ എന്ന് പറയുന്ന സ്ത്രീ. അവരെ ഇത്തരത്തിൽ നിരവധി, അതായത് NIAയും ഒപ്പം തന്നെ മറ്റ് അന്വേഷണ ഏജൻസികളൊക്കെ ഇവരുടെ റഡാറിൽ തന്നെയായിരുന്നു അനീസ് ഫാത്തിമയെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി. അവരുടെ ചില ഇടപാടുകളിൽ സംശയം തോന്നിയതിനെ തുടർന്നാണ് അവർ ജയിലിലെത്തുകയും ഒപ്പം തന്നെ പണം കൈമാറുകയും ചെയ്യുന്ന നിർണായക വിവരം NIAക്ക് ലഭിക്കുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ തുടർ പരിശോധനയിലാണ് ഈ നാഗരാജുവിലേക്കും ഒപ്പം തന്നെ ASAയിലേക്കും ഒക്കെ അന്വേഷണം എത്തുകയും ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായും നേരത്തെ തന്നെ NIAക്ക് സംശയമുണ്ടായിരുന്നു. കാരണം എങ്ങനെയാണ് നസീർ പുറത്തുള്ളവരുമായി സംസാരിക്കുക? അതിന് സ്വാഭാവികമായും ജയിലിനുള്ളിലുള്ള ആരെങ്കിലുടെയും സഹായം ലഭിച്ചെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ളൊരു നടപടി സ്വീകരിക്കാൻ സാധിക്കുകയും ചെയ്യൂ. അതുകൊണ്ട് തന്നെ അത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടത്തിയെങ്കിൽ പോലും തന്നെ അവിടെ നിന്ന് ആരാണ് ഇതിന് സഹായം നൽകുന്നതെന്നുള്ള കൃത്യമായ വിവരം നേരത്തെ അന്വേഷണ സംഘത്തിനൊന്നും തന്നെ ലഭ്യമായില്ലായിരുന്നു. പിന്നീട് ഈ അനീസ് ഫാത്തിമയും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇവരിലേക്ക് വിരൽ ചൂണ്ടുന്ന ചില നിർണായക വിവരങ്ങൾ ലഭിക്കുകയും ഒപ്പം തന്നെ അവരെ അറസ്റ്റ് ചെയ്യുന്ന നടപടികളിലേക്ക് കടക്കുകയും ചെയ്തത്. കഴിഞ്ഞ ദിവസം കോലാറിലും ഒപ്പം തന്നെ കർണാടകയിലെ മറ്റ് ഇടങ്ങളിലും ഒക്കെ നടത്തിയ പരിശോധനയിലാണ്, ഇവരുടെ വീടുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് ചില നിർണായക വിവരങ്ങൾ ലഭിക്കുന്നത്. ഈ 2008 ബംഗളൂരു സ്ഫോടന കേസുമായി ബന്ധപ്പെട്ട അതേ സമാനമായ രീതിയിൽ ഈ സ്ലീപ്പർ സെൽസുകളെ ഉപയോഗിച്ചുകൊണ്ട് മതതീവ്രവാദം നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ മറ്റിടങ്ങളിലും സ്ഫോടന പരമ്പരകൾ ആസൂത്രണം ചെയ്യുന്ന അടക്കമുള്ള നിർണായക വിവരങ്ങൾ NIA കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും നിലവിൽ ഈ 3 പേരും NIAയുടെ കസ്റ്റഡിയിലാണ്. കൂടുതൽ ചോദ്യം ചെയ്യലുകൾ പുരോഗമിക്കുകയാണ്. ഒപ്പം തന്നെ ഈ നസീർ ഈ ഒളിവിൽ പോയിട്ടുള്ള ഈ 9 പേരുമായി ഏതെങ്കിലും തരത്തിൽ കോൺടാക്ട് ചെയ്തിട്ടുണ്ടോ അതടക്കമുള്ള പരിശോധന NIAയുടെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട്. അവരെ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അവരെ പിടികൂടുന്നതിന് വേണ്ടിയുള്ള വലിയ വ്യാപകമായ തെരച്ചിൽ ഇനിയും നടത്താനുള്ള സാധ്യത തന്നെയാണുള്ളത്. അത് കേന്ദ്രീകരിച്ചുള്ള വിവരങ്ങൾ തന്നെയാണ് അവർ നൽകുകയും ചെയ്യുന്നത്. എന്തായാലും അവർ ഇപ്പോഴും കർണാടകത്തിൽ തന്നുണ്ട് എന്ന് തന്നെയാണ് NIA കരുതുന്നത്. അതുകൊണ്ട് തന്നെ കർണാടകത്തിലെ വിവര കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് വരും ദിവസങ്ങളിലും വ്യാപകമായ റെയ്ഡ് ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഒപ്പം തന്നെ അനീസ് ഫാത്തിമയെ ചോദ്യം ചെയ്തതിനോടുകൂടി ഇതുമായി ബന്ധപ്പെട്ട ആരൊക്കെയാണോ ഇതിന് പിന്നിലുള്ളത്, എവിടൊക്കെയാണ് ഇവരുടെ താവളങ്ങൾ തുടങ്ങിയ കാര്യങ്ങളിലേക്ക് ഒരു വ്യക്തത വരാൻ സാധിക്കും, നിർണായക വിവരങ്ങൾ ലഭിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് അന്വേഷണ സംഘം കരുതുകയും ചെയ്യുന്നത്. അതിലൂടെ മറ്റാരെങ്കിലും ഈ കേസിൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥർ ഈ കേസിൽ ഇടപെട്ടിട്ടുണ്ടോ? നേരത്തെ പോലീസ് ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഈ ഉദ്യോഗസ്ഥർ പല വിഭാഗങ്ങളിലും ഇത്തരത്തിൽ പുഴുക്കുത്തുകളുണ്ട്. അവരുടെയൊക്കെ സഹായം ഈ നസീറിന് ലഭ്യമാകാം. പ്രത്യേകം ഒരു സെല്ലിലേക്കായിരുന്നു ആദ്യം മാറ്റിയെങ്കിൽ പോലും തന്നെ ഇദ്ദേഹത്തിന് പിന്നീട് മറ്റു പ്രതികളുമായി, അതായത് ഈ ജയിലിൽ കഴിയുന്ന മറ്റു പ്രതികളുമായി സംസാരിക്കാനുള്ള ചില സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതും ഈ പോലീസ് ഉദ്യോഗസ്ഥർ തന്നെയാണ് എന്നുള്ള ചില നിർണായക വിവരങ്ങൾ കൂടി ലഭ്യമാകുന്നുണ്ട്. അങ്ങനെയാണ് ഇത്തരത്തിൽ മതതീവ്രവാദം ജയിലിൽ നടത്തിക്കൊണ്ട് ഇത്തരത്തിൽ പല സംഭവങ്ങൾ ഉണ്ടാക്കാനും പല സ്ഫോടന പരമ്പരകൾ ആസൂത്രണം ചെയ്യാനും നസീറിന് സാധിക്കുന്നു എന്നുള്ളൊരു വിലയിരുത്തലാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കണ്ടെത്തലാണ് ഇപ്പോൾ NIA നടത്തിയിരിക്കുന്നത്. എന്തായാലും നിർണായക വിവരങ്ങൾ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ NIA നടത്തിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ 3 പേർ അറസ്റ്റിലായിരിക്കുന്നു. അവരുടെ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. അവരിലൂടെ മറ്റ് പ്രതികളിലേക്ക് എത്താൻ സാധിക്കുമെന്ന് തന്നെയാണ് അന്വേഷണ സംഘം കരുതുന്നത്. ശരി, MG മിഥുനാണ് വിവരങ്ങൾ നൽകിയത്.
തടിയൻ്റെ നസീറിന് മൊബൈൽ ഫോൺ ജയിലിൽ എത്തിച്ചു കൊടുത്ത കേസിലാണ് ഇപ്പോൾ എടുത്ത സംഭവത്തിലാണ് ഇപ്പോൾ ജയിലിലെ സൈക്കാട്രിസ്റ്റ് അടക്കം 3 പേർ അറസ്റ്റിലായിരിക്കുന്നത്. ഇവരുടെ വീടുകളിൽ നടത്തിയ പരിശോധനയിൽ ഡിജിറ്റൽ ഉപകരണങ്ങളും പണവും രേഖകളും അടക്കം പിടിച്ചെടുത്തിട്ടുണ്ട് എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഇപ്പോൾ BJP നേതാവ് N. ഹരി ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ N. ഹരി, തടിയൻ്റെ നസീർ ജയിലിലാണ്, വളരെ കർശനമായ സുരക്ഷയിലാണ് ഉള്ളത് എന്ന് പറയുമ്പോൾ പോലും ജയിലിനകത്ത് മതതീവ്രവാദം വളർത്താൻ ശ്രമിക്കുന്നു എന്ന സംഭവത്തിൽ ഇപ്പോൾ ആരൊക്കെയാണ് അറസ്റ്റിലായത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ജയിലിലേക്ക് ഏറ്റവും പെട്ടെന്ന് എത്താൻ കഴിയുന്ന ഒരു ജയിലിലെ സൈക്കാട്രിസ്റ്റും അവിടുത്തെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനും ഉൾപ്പെടെയുള്ളവരാണ് അറസ്റ്റിലായിട്ടുള്ളത്. അതായത് നിരീക്ഷണത്തിൽ കഴിയുമ്പോഴും തടിയൻ്റെ നസീർ തൻ്റെ പ്രവർത്തനങ്ങൾ അതേപടി അവിടെ തുടരുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. സ്വാഭാവികം അതിനകത്തൊന്നും ഒരു അത്ഭുതമായിട്ട് ഇപ്പൊ ഈ പറയുന്ന വാർത്ത ഞാൻ പറഞ്ഞില്ല, ഓരോ പ്രാവശ്യവും ഇത്തരത്തിലുള്ള വാർത്തകൾ വരുന്ന സമയത്ത് ഒരു അത്ഭുതമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം നിരന്തരമായി ഇതിന്റെ ഒരു വലിയ ശൃംഖല ഈ നാട്ടിൽ നടക്കുന്നു എന്ന് നമ്മൾ പലപ്പോഴും പറയുന്ന അതിനെ പ്രതിരോധിക്കാനാണ് ഇവിടെയുള്ള എല്ലാ മുന്നണികളും തയ്യാറാകുന്നത്. അതിന്റെ പശ്ചാത്തലത്തിലും അതിന് കിട്ടുന്ന വലിയൊരു സ്വീകാര്യതയും തങ്ങൾക്ക് സംരക്ഷണം കവചമൊരുക്കുന്നു എന്ന് ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടും, അല്ലെങ്കിൽ അവരെ വിലക്കിൽ ഇപ്പൊ പറഞ്ഞല്ലോ ഈ ഡോക്ടർമാർ, ഇതുപോലുള്ള നിരവധി ആളുകളുണ്ട് പോലീസിൽ. നമുക്കറിയാം പോലീസ് സംവിധാനത്തിൽ നമ്മൾ ആലോചിക്കണം, മൂന്നാർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസുകാരുടെ റിപ്പോർട്ട് എടുത്ത ആളുകൾക്ക് ഇന്ന് എന്താണ് അവരെ ജസ്റ്റ് ഒന്ന് സ്ഥലം മാറ്റി എന്നുള്ളതല്ലാതെ എന്ത് നടപടിയാണ് എടുക്കുന്നത്? ഓരോ വിഷയത്തിലുണ്ടപ്പോൾ ഒരു സ്ഥലം മാറ്റം. ഇപ്പൊ ഒരു DYSP അടക്കമുള്ള കൊല്ലത്തെ നമുക്കറിയാം ഒരു സംഭവം, ഒരു DYSP അതിനകത്ത് പ്രതി വരുമ്പോൾ അദ്ദേഹത്തെ അതേ പോസ്റ്റിൽ തന്നെ വേറൊരു ജില്ലയിലേക്ക് വിടുകയാണ്. ഞാൻ പറഞ്ഞത് ഇത് മാത്രമല്ല, ഇപ്പോ ആശുപത്രിക്കുള്ളിലാണെങ്കിലും ശരി, പോലീസിലാണെങ്കിലും ശരി, ഇതാണ് ഈ തടിയന്റെ വീട് നസീർ ഈരാറ്റുപേട്ടയിൽ 1.5 മാസം വന്ന് താമസിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കണം. അന്നത്തെ സമയത്ത് അവിടെ താമസിച്ചു എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ ഭീകരവാദം എത്ര തലത്തിലേക്ക് ഇതിന് സാമ്പത്തികമായും അതിന്റെ മൂലധനങ്ങൾ അടക്കം കിട്ടുന്നത് ഏതെല്ലാം മേഖലകളിലാണെന്നുള്ളത് ഇനിയും നമ്മൾ ഓരോ അന്വേഷണങ്ങൾ വരുന്ന സമയത്ത് മാത്രമാണ് നടക്കുന്നത്. ഇത് പറയുന്ന സമയത്ത് പറയുന്നയാളുകളെ ഒരു വിഭാഗവുമായി ചേർത്തുകൊണ്ട് അവരെയും കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ഭാരതത്തിലോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് കേരളത്തിലടക്കമുള്ള സ്ഥലങ്ങളിൽ ചാപ്പ കുത്തുന്ന പരിപാടി എന്ന് നിർത്തുന്നു. കൃത്യമായ ഭീകരവാദികളെ മാറ്റി നിർത്താൻ, അല്ലെങ്കിൽ അവർക്ക് തീവ്രവാദികളെ മാറ്റി നിർത്താൻ ഈ നമ്മുടെ നാട് എന്ന് ഒന്നിക്കുന്നു അന്ന് മാത്രമാണ് ഇതിനൊരു അവസാനം ഉണ്ടാകുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഈ നസീർ ഇത്തരം പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ട് എന്ന് ഈ കോടതിയുടെ ഉത്തരവിൽ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അതിനുശേഷവും ജയിലിലായതിനു ശേഷവും ഇത്തരം പ്രവർത്തനങ്ങൾ തുടരുന്നുണ്ടെങ്കിൽ അതിൽ ജയിൽ അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയെക്കുറിച്ച് കൂടി കൃത്യമായ ചോദ്യങ്ങൾ ഉയരേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ജയിലിലേക്ക് എത്തുന്ന ഡോക്ടർ, അവിടെ തന്നെയുള്ള ഒരു പോലീസുകാരൻ, അവിടെ എത്താറുള്ള ഈ കേസിൽ ഒളിവിൽ പോയിട്ടുള്ള ഒരു പ്രതിയുടെ അമ്മ എന്നൊക്കെ പറയുമ്പോൾ അത് അധികൃതരുടെ ഭാഗത്തും അക്കാര്യത്തിൽ വീഴ്ച ഉണ്ടാവുന്നു എന്ന് വേണ്ട മനസ്സിലാക്കാൻ. ഞാനതാണല്ലോ സൂചിപ്പിച്ചത്. ഇതിനകത്ത് അമ്മ എന്നുള്ളതല്ല, ഇത് നിരീക്ഷണമോ അല്ലെങ്കിൽ ഇത്രയും വലിയ കേസുകൾ നമുക്കൊന്ന് ആലോചിച്ച് നോക്കി. ഈ ആദ്യം തന്നെ കേരളത്തിലേക്ക് ഇവിടെ വന്നിട്ട് നമ്മുടെ തങ്ങൾപ്പാറയിൽ പരിശീലനം നടത്തി അവിടുന്ന് ആളുകളെ കൊണ്ടുപോയി ചില ശിക്ഷകൾ ശിബിലയൊക്കെ ശിക്ഷിക്കുന്ന സമയത്തും രാഷ്ട്രീയ കക്ഷി ഭേദമില്ലാതെ ഇവിടെ പ്രകടനം നടത്തിയ ആളുകൾ. ഇതിപ്പോ നിങ്ങൾ പറയുന്നതനുസരിച്ച് ഞാൻ അതാണ് സൂചിപ്പിച്ചത്. ഡോക്ടറാണേലും ശരി, പോലീസാണേലും ശരി, ഇനി അതല്ല അതുമായി ചുറ്റപ്പെട്ട ആളുകളാണേലും ശരി, ഇത് എവിടെയാണ് നടക്കുന്നത്, ഇത് ആരൊക്കെയാണ് ഇതെന്നുള്ളത് ഇവർക്ക് അറിയാഞ്ഞിട്ടല്ല. ഒരുപക്ഷെ ഇത് ഇനിയും അന്വേഷണം മുന്നോട്ട് പോയാൽ നിരവധി ഇത്തരം കേസുകൾ, വീണ്ടും സമാനമായ കേസുകൾ, ഞാൻ ഉറപ്പ് പറയുന്നു, സമാനമായ കേസുകൾ ഇനിയും വളരെയധികം തെളിയും. ഇനിയിപ്പോ ഇത് പിടിക്കപ്പെട്ട തടിയന്റെ വീട് നസീറിന്റെ കേസ് മാത്രമായതുകൊണ്ട് എത്രയോ തടിയന്റെ വീട് നസീർമാർ ഇപ്പോഴും നമുക്കിടയിലുണ്ട്, ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഇങ്ങനെ എത്ര, അതായത് മയക്കുമരുന്നിന്റെ ഭാഗമായിട്ടും നമ്മുടെ നാടിനെ നശിപ്പിക്കുന്ന, നമ്മുടെ നാടിനെ ഛിന്നഭിന്നമാക്കുവാൻ തയ്യാറെടുത്ത് വരുന്ന ആ ഒരു ചിന്താഗതിയിലേക്ക് വരുന്ന നൂറുകണക്കിന് തടയിന്റെ വിടന്നുള്ള നസീർമാരുണ്ട്. അതിന് ഈ പറയുന്ന ആളുകളുടെ എല്ലാം സപ്പോർട്ടുണ്ട്, പോലീസിന്റെ ഉണ്ട്, ചിലപ്പോൾ ഡോക്ടേഴ്സ് ഉണ്ടാവും. ഏത് സമൂഹത്തിൽ ഏത് പരിച്ഛേദം എടുത്തു നോക്കിയാൽ അവിടെയെല്ലാം ഈ സഹായങ്ങൾ കിട്ടുന്നു എന്നുള്ളതാണ് നമ്മളെ എല്ലാവരെയും ആശങ്കാവുള്ളാക്കുന്ന ഒരു കാര്യമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി, വളരെ നന്ദി ശ്രീ N. ഹരി പ്രതികരിച്ചതിന്.
ഇപ്പോൾ NIA പുറത്തുവിട്ട വാർത്താക്കുറിപ്പിൽ പറയുന്നതനുസരിച്ച് തടിയൻ്റെ അവിടെ നസീറിന് സഹായങ്ങൾ ചെയ്തു കൊടുത്ത 3 പേരാണ് കസ്റ്റഡിയിലായിട്ടുള്ളത്, അറസ്റ്റിലായിട്ടുള്ളത്. അതിൽ ജയിലിലെ സൈക്യാട്രിസ്റ്റും ആംഡ് പോലീസിലെ ഉദ്യോഗസ്ഥനായ ഒരു ASIയും ഒപ്പം ഈ കേസിൽ ഒളിവിലുള്ള ഒരു പ്രതിയുടെ അമ്മയും ഉൾപ്പെടുന്നു. കൂടുതൽ പരിശോധനകളിലേക്ക് കടക്കുകയാണ് NIA. മറ്റ്